നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കുവാൻ വേണ്ടി സദഖത്തുള്ള മൊയ്നി കാടാമ്പ ഉസ്താദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ അധ്യക്ഷരെ, വേദിയിലും സദസ്സിലുമുള്ള സയ്യിദുമാരെ, ഉലമാക്കളെ, സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഒത്തുകൂടിയതിൻ്റെ ലക്ഷ്യവും പ്രാധാന്യവുമൊക്കെ നമ്മൾ അംഗമായിട്ടുള്ള, അതല്ലെങ്കിൽ നമുക്ക് നേതൃത്വം നൽകുന്ന കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ യുവജന വിഭാഗമായ സുന്നി യുവജന ഫെഡറേഷൻ്റെയും പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി കാണും. ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ ജീവനു തുല്യം സ്നേഹിക്കുന്നവരാണ് ഈ രണ്ടു മഹല്ലത്തുകാരും. അത് നമുക്കറിയാം. വളരെ ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ സ്നേഹം ഈ നാട്ടുകാരോടും എമ്പാടും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ 985 വഫാത്താകുമ്പോൾ ശഅബാൻ 18 അത്. അതിൻ്റെ തൊട്ടു മുമ്പുള്ള റബീഉൽ ആഖിർ മാസത്തിലെ ഇവിടുത്തെ ശൈഖ് തങ്ങളുടെ ആണ്ടിന് പോലും അവരിവിടെ എത്തിയിരുന്നു. പള്ളിയിലേക്ക് കയറാൻ കഴിയാത്ത വിധം കസേരയിൽ താഴ്ഭാഗത്ത് ഇരുന്നു കൊണ്ട് ആ പരിപാടിയിൽ അവിടുന്ന് സംബന്ധിച്ചിരുന്നു എന്ന് പറയുമ്പോൾ വണ്ടൂരിൽ നിന്ന് അവർ പോരുമ്പോൾ എത്ര വിഷമമുണ്ടാകും. എന്നാൽ പോലും പനമംഗളൂരിലെ ഈ പരിപാടി ഒഴിവാക്കിക്കൂടാ എന്ന നിർബന്ധം അവിടത്തേക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മെ അവിടുന്ന് എത്ര സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ സംഘടന, ഇതിൻ്റെ യുവജന വിഭാഗമായ SYF ഇതൊന്നും പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ നേതാക്കൾക്കോ പ്രവർത്തകർക്കോ ഭൗതികമായി യാതൊരു നേട്ടവുമില്ല എന്ന് നമുക്കറിയാം. മറ്റു ദീനീ സംഘടനകൾക്കൊക്കെ പലവിധത്തിലുള്ള മാർഗഭ്രംശം സംഭവിക്കുമ്പോൾ, കുറവുകൾ സംഭവിക്കുമ്പോൾ അതൊന്നുമില്ലാതെ കൃത്യമായ ദീനിൻ്റെ ആശയങ്ങൾ തെളിമയോടെ കലർപ്പില്ലാതെ പറയാൻ വളരെ വലിയ മഹത്തുക്കൾ രൂപീകരിച്ചിട്ടുള്ളതാണ് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ. അത് ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടവരാണ് നിങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കയിലെ ദീനീ പ്രബോധനവും മറ്റും സൗകര്യപ്രദമല്ലാതിരുന്നപ്പോൾ നബിതങ്ങൾ നിയുക്തരായ പ്രബോധന സന്ദേശം വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും തങ്ങൾക്ക് ജീവിക്കാനും പ്രബോധനം നടത്താനും ശരിക്ക് അവസരമൊരുക്കുകയും ചെയ്ത മദീനക്കാരെ പോലെ താജുൽ ഉലമയുടെ ആശയങ്ങൾ പൂർണ്ണമായും സ്വീകരിച്ച് അവരെ സ്നേഹിച്ച ആളുകളാണ് നമ്മുടെ ഈ പ്രദേശത്തുകാർ. അതുകൊണ്ടാണ് മറ്റു മഹല്ലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ആശയാദർശ പ്രകാരം ആണ് ഈ മഹല്ല് പ്രവർത്തിക്കുന്നത് എന്ന് ഔദ്യോഗികമായി തന്നെ
പള്ളിക്കവാടത്തിലും മറ്റും എഴുതി വെക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘത്തെക്കുറിച്ച് പ്രത്യേകം ഇവിടെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. സംഘടനകൾക്ക് പലപ്പോഴും ചില ദോഷങ്ങളുണ്ട്. അവനവൻ്റെ സംഘടനകളിലുള്ളവർക്ക് മാത്രം ബന്ധും സഹായവും ഒക്കെ ആകാവൂ എന്ന ഒരു കുടുസ് ചിന്ത, ശുഷ്കിച്ച ചിന്ത പല സംഘങ്ങൾക്കും ഉണ്ടാകുമ്പോൾ ആ ജാതി വിഷയങ്ങളൊന്നും വരാതെ കേരളത്തിൽ, അതുപോലെ തന്നെ കേരളത്തെ തുടർന്ന് നമ്മുടെ കർണാടകയിലും തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളിലുമൊക്കെ ഈ കേരളത്തിലെ ജമിയത്തുൽ ഉലമകളെ അവലംബിച്ചുകൊണ്ടാണ് മിക്കവാറും ദീനി ചലനങ്ങൾ നടക്കുന്നത്. ഇവിടെ 3-4 ജമിയത്തുൽ ഉലമകൾ ഉള്ളപ്പോൾ സമസ്തയുടെ 2 വിഭാഗവും തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൽ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയും നമ്മുടെ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയും 4 സുന്നി സംഘടനകളാണ്. അതായത് മറ്റു സംഘടനക്കാരും സുന്നികളാണ് എന്ന സുന്നി എന്ന് പറയുന്ന ആ സ്ഥാനം അവർക്ക് വകവെച്ചു നൽകുന്ന, അത് കൂടുതൽ ആണയിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരാണ് നമ്മുടെ ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾ. ഇനി ബിദ്അത്തുകാർ, ജമാഅത്ത്, മുജാഹിദ് പോലെയുള്ള ബിദഈ കക്ഷികൾ ഇവിടെ ഉണ്ടല്ലോ. അവർ ബിദ്അത്തുകാരാണെങ്കിലും കാഫിറുകളല്ല, മുസ്ലിമീങ്ങളാണ് എന്നുള്ള പാഠം കൃത്യമായി പഠിപ്പിക്കുന്ന, അഥവാ സംഘടനാ രംഗത്ത് സങ്കുചിതത്വമില്ലാതെ മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കേണ്ട സ്ഥാനവും അംഗീകാരവും കൃത്യമായും വകവെച്ചു നൽകുന്ന, കൃത്യമായ ധർമ്മബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ. അതുപോലെ തന്നെ അതിൻ്റെ പോഷക ഘടകങ്ങളെല്ലാം. ഭാഗ്യവശാൽ ഈ 2 മഹല്ലത്തുകളിൽ സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഭാഗ്യം, ഇതുകൊണ്ടുള്ള നേട്ടം നിങ്ങൾ അനുഭവിക്കുന്നത് ചെറുതല്ല. മറ്റു പല മഹല്ലത്തുകളിലും സംഘടനാപരമായ ഭിന്നിപ്പുകൾ മദ്രസകളെയും അതുപോലെ തന്നെ പാഠപുസ്തകങ്ങളെയും ബാധിച്ചപ്പോൾ, മദ്രസകളെ, പള്ളികളെ ബാധിച്ചപ്പോൾ, അതൊന്നുമില്ലാതെ എല്ലാവരും ഐക്യത്തോടെ സ്നേഹത്തോടെ ഒരുമിച്ച് പോകുന്നതിന് ഈ വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസകളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതിൻ്റെ യുവജന വിഭാഗമായ SYF-ൽ നമ്മൾ ഓരോരുത്തരും പരമാവധി അംഗങ്ങളാവുകയും അതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുകയും അതിൻ്റെ ആശയവും സന്ദേശങ്ങളുമൊക്കെ, നമ്മളിപ്പോൾ സ്പീക്കറില്ലാത്ത ജുമുഅ നടത്തുന്നതല്ല, സ്പീക്കർ ഉള്ളവരുടെ ജുമുഅയുടെ കാര്യം നമ്മളിപ്പോൾ സംസാരിക്കണ്ട. നമ്മൾ നടത്തുന്ന ഈ ജുമുഅയുടെ കാര്യത്തിൽ തർക്കമില്ലാതെ സ്വഹിയാകുന്ന രൂപമാണ്. സ്പീക്കർ വെച്ചാൽ ശരിയാവോ ഇല്ലേ എന്നുള്ള ഉലമാക്കളുടെ ഇടയിൽ തർക്ക വിഷയമാണ്. അപ്പോൾ തർക്കമില്ലാതെ കൃത്യമായി ധൈര്യം പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ജുമുഅ നമുക്ക് കിട്ടിപ്പോരുന്നത് ഈ ജമിയത്തുൽ ഉലമയെയും അതിൻ്റെ യുവജന വിഭാഗത്തെയും അംഗീകരിച്ചു പോകുന്നത് കൊണ്ടാണ്. ഈ ഭാഗ്യം അല്ലാഹു തആല നമുക്ക് നിലനിർത്തുമാറാകട്ടെ. ഈ ഒരു ആശയത്തിലേക്ക് നമ്മുടെ പരിസരത്തിലുള്ള മുഅ്മിനീങ്ങളെയും കൊണ്ടുവരാൻ, അവിടെ ഒന്നും ഫിത്നയില്ലാത്ത വിധത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.